कमलिया वे कमलिया वे कमलिया मेरे नादान दिल वे कमलिया वे कमलिया वे कमलिया मेरे नादान दिल दो नैनों के पेचीदा सा गलिया रे इनमें खोकर तू मिलता है कहाँ तुझको अंबर से पिंजरे ज्यादा प्यारे उड़ जा कहने से सुनता भी तू है कहाँ गल सुन लिया वे कमलिया मेरे नादान दिल वे कमलिया वे कमलिया वे कमलिया मेरे नादान दिल क्या करना है तो प्यार कर जिद पूरी तेरी इतबार कर कमलिया वे कमलिया मन मर्जी करके देख ले बदले में सब कुछ हार कर कमलिया वे कमलिया അഞ്ച് മിനിറ്റോടെ എത്തുന്നവരുണ്ടെങ്കിൽ പണ്ട് ഇന്നസെന്റ് പറഞ്ഞാവോ അത്ര മതി. ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗെറ്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വൈകി നമ്മൾ 10 മണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ISD ടൈം ഇപ്പം 12 ആയില്ലേ, 12 o'clock ആയി. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഈവന്റ്. സോ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്കൊരു പ്രയറിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ ഇൻവൈറ്റ് ലിനീഷ്. കവിത്തജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, നമുക്കൊപ്പം എന്നും ചേർന്നിരുന്ന പ്രിയ സഖി സന്തോഷിമാണ് ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദം പോയി പുഞ്ചിരിക്കുകയാണ്. സന്തോഷിമക്കായി ആ തൃപ്പാദങ്ങളിൽ ഒരുപിടി സ്നേഹപ്പൂക്കൾ സമർപ്പിക്കാം. അതുപോലെ പ്രിയ ഗുരുനാഥൻ ശ്രീ രവീന്ദ്ര സാറിനും വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞ ആത്മാക്കൾക്കും ആത്മശാന്തി നേരാം. അതിനായി ഒരു മിനിറ്റ് മൗനം ആചരിക്കാം. ബികോമിന്റെ ഒഫീഷ്യൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ എനിവേ നമുക്ക് ഇങ്ങനെ ഒരു ഈവന്റ് ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സിൽവർ ജൂബിലി എന്ന് പറയുന്ന ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബിസി ഷെഡ്യൂൾ കാരണം പല ആൾക്കാർക്കും ഇത് കോർഡിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നടത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷെ ലക്കിലി നമുക്ക് എല്ലാവരെയും ഒരു എന്താ പറയുക യൂണിറ്റി ഉള്ളത് കൊണ്ടും അത് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു ഫയർ ഉള്ളിൽ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റി. സോ വെരി ഹാപ്പി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആശയം വന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജു ഞാനും ഗിരിയൊക്കെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞത്. പക്ഷെ അന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് സിൽവർ ജൂബിലി 25 ഇയേഴ്സിന് ശേഷം ഇങ്ങനെ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ടഫ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ആളെ കണ്ടുപിടിക്കുന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഗേൾസിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ കരുതുന്നത് നമ്മൾ ബോയ്സ് ആണ് മീറ്റ് ചെയ്യാത്തതെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളത്. പല ആൾക്കാരും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്.
അപ്പൊ അത് എന്റെ ഏതോ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ്. അപ്പൊ ഷൈമ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ ക്യാപ്ചർ ചെയ്യണേന്ന് പറഞ്ഞു. സത്യമാണ്, കാരണം ഇതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ഒരു മെമ്മറബിൾ മൂമെന്റ് ആണ്. നമ്മുടെ 1999 നമ്മൾ കോളേജ് കഴിഞ്ഞെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു ഡേയും ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫ് ടൈമിൽ എപ്പോഴും ഒരു മെമ്മറി നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവന്റ് ആയിട്ട് മാറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് 58 പാക്സ് അല്ലേ ക്ലാസ്സില്, 58 അല്ലായിരുന്നു അല്ലേ? സന്തോഷമാണ്. നമ്മളെ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഇത് എനിക്കും സംശയം വന്നു, ഇത് നടത്താൻ പറ്റുമെന്നുള്ളത്. ബിക്കോസ് നമുക്ക് അറിയാം വലിയൊരു ദുരന്തം വയനാട്ടിൽ വന്നു, അതുകൂടാതെ ശക്തമായ മഴയും പല ചലഞ്ചസ് വന്നു. അപ്പോ ഞാൻ റീമയോട് ഷെയർ ചെയ്യായിരുന്നു, നമുക്ക് ഗ്രൂപ്പിൽ സത്യം പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ് ലൈക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നില്ല. പക്ഷെ ഇതൊരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കും തോന്നും ഇത് ഇന്ന് പോസ്റ്റ്പോൺ ചെയ്താലോ എന്നുള്ളത്. പക്ഷെ വൺസ് ഈ ഒരു പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നടക്കുന്ന കാര്യത്തിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, നോട്ട് ഓൾ ഈസി. കാരണം ഇതന്നെ നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് നടത്താൻ പറ്റി. സോ വെരി ഹാപ്പി. പിന്നെന്താ, നമ്മുടെ കോളേജ് ഡേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അതുകൂടാതെ ചെറിയൊരു ഇൻട്രഡക്ഷൻ എല്ലാവരും ഒരു 2 വാക്കിൽ പറയാം. കാരണം കഴിഞ്ഞ 25 years അല്ലേ മീറ്റ് ചെയ്ത് ഒരു ടീ ആൻഡ് സ്നാക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗെറ്റ് വെക്കുന്നത്. ഞാൻ ഗിരി, രാജു ഇല്ലാതെ വലിയൊരു നമുക്ക് ലോസ് ആണ്. കാരണം രാജു ആണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നല്ല ആളാണ്. ഈവൻ നമ്മുടെ ഈ ഈവന്റ് തന്നെ സത്യം പറഞ്ഞാൽ രാജുവിന്റെ പ്രസൻസ് ഇല്ലാതെ മാത്രമേ ഉള്ളൂ. രാജു ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള പോലെ തന്നെയാണ്. അത്രയും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പരിപാടി അത് സംഘടിപ്പിച്ചല്ലോ. അതേപോലെ തന്നെ ഈ ഒരു മഴയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നല്ലല്ലാത്തൊരു സിറ്റുവേഷനിൽ എല്ലാവരും എത്തിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും ആ ഒരു ക്ലാസ്മേറ്റ്സിനും ആ ഒരു വാല്യൂ കൊടുക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇന്ന് ഞാൻ തന്നെ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ എല്ലാവരും ഫോട്ടോ ഇടാൻ എനിക്ക് കാണാൻ പറ്റും. കാണും എല്ലാവരും. ജസ്റ്റ് വേറെ കുറെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടതിന് ശേഷം. പക്ഷെ നിങ്ങൾ കുറെ ആൾക്കാരെ ഞാൻ കോളേജിന് ശേഷം കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഏകദേശം 2003 ഞാൻ UK വന്നതാണ്. പിന്നെ എല്ലാവരും കുറേ വർഷങ്ങളെ വലിയ സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നമുക്ക് കുറച്ച് പേർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതുപോലുള്ള ഒരു അവസരം സമ്മർദ്ദം ഇനി ജീവിതത്തിൽ ഉണ്ടാവുക. ഗിരി അനുഭവം മഹഫിൽ കൊഴക്കണ് പെണ്ണ്, ഷഹനായി കേൾക്കുന്നു പൊന്നെ, തബല പെരുക്കണ് കൂടെ, സാരംഗി പാടുന്നു കണ്ണെ, ബല ബല മുഴക്കണ് സതിര്, കെട്ടിപ്പാട്ടില് മയങ്ങണ രാവ്, നാളെ വിളക്കണ നേരം കാത്ത്, വർണ്ണ കനവുകൾ നെയ്യണ മാറം. ഇന്നലകളെ തിരികെ വരുമോ, കനവിനഴകെ പിറകെ വരുമോ, ഒന്നു കാണാൻ കനവു തരുമോ, കൂടെ വരുവാൻ ചിറകു തരുമോ. മഹഫിൽ കൊഴക്കണ് പെണ്ണ്, ഷഹനായി കേൾക്കുന്നു പൊന്നെ, തകതബല പെരുക്കണ് കൂടെ, സാരംഗി പാടുന്നു കണ്ണേ.
പുലരി ജനിക്കും വീഞ്ഞു കൊണ്ടുവരുന്നു നിരത്തും പാനപാത്രം നിറയും മാരണത്തുമടങ്ങും പെണ്ണൊരു മാറിവില്ലായി മറയും കായലകൾ തൊട്ടു തലോടും കൊച്ചി കാറ്റുവിതുമ്പും പോയി വരൂ നീ പുതുക്ക പെണ്ണാടേ ഇന്നലകളെ തിരികെ വരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാൻ കനവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ मन मर्जी करके देख ले बदले में सब कुछ हार कर कमलिया ले कमलिया तुझ पे खुद से ज्यादा यार की चलती है इश्क है ये तेरा या तेरी गलती है गर सवाब है तो क्यों सजा मिलती है दिल लगी कि तेरी आज कल परसों की नींद ले जाती है लौट के बरसों की मान ले कभी तो बात खुद गर्जों की जिन पे चल के मंजिल मिलनी आसान हो वैसे रास्ते तू चुनता है कहाँ कसती है दुनिया कस ले നോ പ്രോബ്ലം മനസ്സേ മനസ്സേ നീ കേൾക്കൂ മനസ്സേ മായ മറയത്തു ദൂരെ പരത്തി പോയാൽ ഞാൻ എന്തു ചെയ്യും തിരികെ വരാമോ ഇതിലേ വീണ്ടും വീണ്ടും എന്തിനു വെറുതെ നോവിൻ കരടായി മാറുന്നു മനസ്സേ മനസ്സേ നീ കേൾക്കൂ മനസ്സേ മായ മറയത്തു ദൂരെ बेशक मुझको कितना तड़पाया फिर भी तेरी हर एक अदा पे प्यार आया आजा आजा अब कैसा शर्माना धीरे धीरे से दिल को चुराना പല ഗ്രഹങ്ങളിൽ പറന്നലയും കഥയിലെ കുമാരരെ പോലെ മായ പോലെയും ഭാവനാകാശത്തിലൂടെ
അതിവിദൂരതാരകാനിലയം തിരയുമീ കിനാവുറുമ്പണി വീഥികൾ. വിമാനം കരേറിയൊരു ദിനം ഇളമുളങ്കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ പോയവൻ തളിരിളം കൊമ്പിലെ നീറുകൾ. പ്രപഞ്ചം പലതിലൂടലഞ്ഞും തേടിയും തിരിച്ചാ മുളങ്കാ